എന്തിനാ അടിക്കുന്നത്? നീ ക്രിമിനൽ അല്ലേ? എന്തിനാ അവൻ അടിക്കുന്നത്? ഇവൻ മാധവനല്ല, ആദവൻ. അടിക്കല്ലേ, അവനെ അടിക്കല്ലേ. എന്തിനാ ബഹളം? ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഐ ആം സോറി സർ. എന്തിനാ അവനെ അടിക്കുന്നത്? വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് സാർ അടിക്കേണ്ടി വന്നത്. ഇല്ല സർ. അവനെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് വിചാരിച്ച അവനെ അടിക്കുന്നേ. അവൻ ഈ വീട്ടിൽ അറിയാം മാഡം, അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നേ. ഈ നിൽക്കുന്ന ജഡ്ജിയില്ലേ, അദ്ദേഹത്തെ കൊല്ലാമെന്ന കൊലയാളിയാണ് ഇവൻ. എന്ത്? എന്നെ കൊല്ലാമെന്നവനോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? അവനെ വിശ്വസിക്കല്ലേ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നമ്മുടെ വേണ്ട, വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയാം. ബ്രിങ് ദം. പറഞ്ഞു കൊടുക്കടാ. സാറിനെ കൊല്ലാനാ ആദവൻ എന്റെ അടിയനായി ഇവിടെ വന്നത്. ഇവനാ എന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഒറിജിനൽ മുരുകൻ. ഇവനെ കൊന്നുകളയുന്ന ആദവൻ പേടിപ്പിച്ചോണ്ടാ ഞാനും ഇത്രയും കാലം അവന്റെ കൂടെ നിന്നത്. എങ്ങനെയാ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ അളിയന്റെ അടുത്ത് എത്തിയത്? അതേമ്മേ, ഞങ്ങള് വന്ന് സത്യം പറഞ്ഞതിന് മുമ്പേ പോലീസ് വന്നു. സാർ, ആദവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവനെ എങ്ങനെ ഇടിക്കുന്നത്? മതി മതി, പറഞ്ഞതൊക്കെ മതി. ബാക്കിയൊക്കെ കോടതിയിൽ പറയാം. കൂട്ടിക്കൊണ്ടുപോ. Not only this, sir. We got strong evidence. ഇവനെ വളർത്തിയ റാവുത്തറയും അവരുടെ സംഘത്തെയും പിടിച്ചു. സോ ഇവനെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു. ഇവനൊരു പ്രൊഫഷണൽ കൊലയാളിയാണ്. He is a paid killer. പണത്തിനായി എന്തും ചെയ്യും സർ. And we got enough proof, sir. Shall I proceed, sir? 1 second. ഡാ, നീ ആരയച്ചിട്ടാ എന്നെ കൊല്ലാമെന്നത്? ഞാൻ ചെയ്ത എൻക്വയറിക്ക് നീ ഒരു സാക്ഷിയാ. പറയേ. അവൻ പറയില്ല സർ, അവൻ പറയില്ല. അവനെ കൊണ്ട് ഞാൻ പറയിക്കാം. നല്ലവനായാലും കെട്ടവനായാലും ഇവിടെ ഇട്ട് അടിക്കാതെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോ. ഹലോ AC, ജസ്റ്റ് അറസ്റ്റിംഗ് മാൻ ഡു യുവർ ഡ്യൂട്ടി. ബാക്കി കോടതിയിൽ കാണാമല്ലോ. ഇങ്ങനെയുള്ളവരെ കോടതിയിൽ കൊണ്ടുവന്നുള്ള സ്ഥിതി അങ്ങനെ അറിയാമല്ലോ. പറടാ. Hey, guns down! Put your guns down! No! No! വേണ്ട! No! No! അഥവാ അയാൾ അടിക്കണ്ട. You are doing a crime. No! Put your guns down! Put your guns down! Else I'll shoot him! Put your guns down! താരാ, മുകളിലെ റൂമിൽ പോയി അവിടെയുള്ള ലാപ്ടോപ്പ്, പെൻ ഡ്രൈവ് എല്ലാവരും ബാഗിലേക്ക് എടുത്തു പോ. താരാ, don't give. No! No! പോ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കൊല്ലും. ആ ദ്രോഹി അവനെ കൊന്നുകളയും മോളെ. പോയി എടുത്തോണ്ട് വാ. പോ. താരാ, വേണ്ട. വേണ്ട, വേണ്ട. വാ, കൊണ്ടുവാ. പറഞ്ഞാലോ ഉണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. പോ. ഏയ്, കൊല്ലും ഞാൻ. He'll die. Move. പോ. പോ, പോയി വണ്ടി എടുക്കും. കേരളത്ത് വേഗം. എന്താടാ പറയുന്നേ? കളിക്കുന്നോ? എന്റെ ഒരു കൈയും കാലും പോയി സർ. ഇതിനായി ഞാൻ കളിക്കുമോ സർ? ജഡ്ജിനെയും? അതെ സർ. ലാപ്ടോപ്പ് ഓൾസോ? അതെ സർ. ലാപ്ടോപ്പ് മാത്രമല്ല, പെൻഡ്രൈവ് ഉണ്ട്. വൈറ്റ് അംബാസിഡർ അല്ലേ? അതെ സർ. മലയാളികൾ ആരും കൂടെയില്ലല്ലോ? ആർ യു ഷുവർ? യെസ് സർ. ഇവിടെല്ലാം ബംഗാളികളാ, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. സോറി മാം, എല്ലാം അറിഞ്ഞിട്ടാ വന്നേ. സർ, ആദവനുണ്ടല്ലോ. ഷട്ട് അപ്പ്. നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നേക്കാൾ വലിയ ഓഫീസറാ ഞാൻ. എന്നെ ഇൻഫോം ചെയ്തോ? സാർ, ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പെൻഡ്രൈവും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് പോയത് ഇയാൾ പറഞ്ഞു. അറസ്റ്റ് ചെയ്യും.
പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ. യെസ് സർ. കൊന്നുകളയും പോടാ. മാഡം, സത്യത്തിൽ ആദവൻ ജഡ്ജിനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇൻഫാക്ട് ജഡ്ജി നാട്ടിൽ വന്ന ആദ്യ നാൾ തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ വന്ന സംഘത്തെ ഞങ്ങൾ ചേസ് ചെയ്തു. Don't go. ബാക്ക്. അടി മതിയാക്ക്. നിങ്ങൾ പോയിക്കോ. ഇതുപോലുള്ള അടിയൊക്കെ നിനക്ക് സർവ്വസാധാരണമല്ലേ? ഇതിലും കൂടുതൽ കാശ് കിട്ടിയാൽ അതേ ജഡ്ജിനെ വീണ്ടും കൊല്ലാൻ നീ തയ്യാറാവില്ലേ? ഏയ്, എനിക്കറിയാടാ ആ ജഡ്ജിനെ നീ വീണ്ടും കൊല്ലാൻ നോക്കുമെന്ന്. സർ, അദ്ദേഹം എൻ്റെ അച്ഛനാ സർ. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും സർ? ശരി, നീയില്ലെങ്കിൽ എന്താ? വേറൊരുത്തിനെ വെച്ച് ആ ജഡ്ജിനെ എന്തായാലും കൊല്ലില്ലേ? സമ്മതിക്കില്ല. എൻ്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കത് കഴിയില്ലടാ. അല്ല, കഴിയും. അവര് വലിയ ഗ്രൂപ്പാ, നിനക്ക് കഴിയില്ല. കഴിയും, കഴിയും. എന്ത് കഴിയും? 24 മണിക്കൂറും കൂടിയിരുന്ന് സംരക്ഷിക്കണം, കാവലായിരുന്നു. കഴിയുമോ? കഴിയില്ല അല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കഴിയും. അതിന് നീ അപ്രൂവറായി മാറണം. ഏയ്, എന്താ ചിരിക്കുന്നേ? നിന്റെ അച്ഛന് മാത്രമല്ലടാ, എന്റെ ഡിപ്പാർട്ട്മെന്റിന് നല്ലത് ചെയ്യാനൊരു ചാൻസ്. എന്താ ചെയ്യില്ല നീ? ഞാൻ കഴിയില്ല സർ. കഴിയും, നിനക്കത് കഴിയുമെടാ. ആദവൻ വഴി കൊലയാളി സംഘത്തെയും തീവ്രവാദികളെയും ഒറ്റയടിക്ക് പിടിക്കാനാ അവൻ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവനും കൊലയാളിയെ പോലെ നടിച്ചുകൊണ്ടിരുന്നു. ജഡ്ജിനെ രക്ഷപ്പെടുന്നത് കൂടാതെ അദ്ദേഹത്തിന് എൻക്വയറി ഫൈൻഡിങ്സ് കോർട്ടിൽ എത്തിക്കുന്ന ജോലിയും അവൻ തന്നെ ഏറ്റെടുത്തു. അവൻ എന്നെ തേടിയ കമ്മീഷൻ ഓഫീസിൽ പോയത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വേണ്ടതാരാ അവൻ പറയുന്നത് കേൾക്കല്ലേ? ദയവ് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനടുത്ത് നിർത്ത്. നീ പേടിക്കണ്ട. എന്താങ്കിൽ അവൻ കൊന്നുകളയും. കുഴപ്പമില്ല, എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കേൾക്കുമോളെ. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇല്ലച്ച, നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കില്ല അച്ഛാ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ചത്താലും സാരമില്ല. പിരിഞ്ഞുപോയ കുടുംബത്തോടൊപ്പം ഒരാഴ്ച കഴിഞ്ഞില്ലേ? എനിക്കത് മതിയച്ച. എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഞാൻ എൻ്റെ അച്ഛനോട് ഇത്രയും അടുത്തിരിക്കുന്നത്. എനിക്ക് എന്നിങ്ങനെ ഇരിക്കണം അച്ഛ. നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടം അച്ഛ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അച്ഛ. സംസാരിക്കാം. ആരത്? കൈയെടുക്കടാ. എടാ മാധവ, നീ മാധവനാണോ? എന്റെ മോൻ മാധവനാ? Hey!